നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ രാവിലെ തുടരുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈദ് ആഘോഷിക്കാനുള്ള ഒരു പരക്കം പാച്ചിലായിരിക്കും ഇന്നത്തെ ദിവസം മലയാളികൾ. ഒരു പക്ഷേ നാളെ ആയിരിക്കും, ഇന്ന് പിറ കണ്ടാൽ നാളെ ആയിരിക്കും കേരളത്തിൽ നമ്മൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക, അല്ലെങ്കിൽ വ്രതം 30 പൂർത്തീകരിച്ച് മറ്റന്നാളാകും ആഘോഷങ്ങൾ ഉണ്ടാവുക. എന്തായാലും ഇന്ന് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രവാസ ലോകത്ത് ഒരുപാട് മലയാളി നമ്മുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും ന്യൂസ് 18ന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണെന്നുള്ളത് വിശദമായി ഇനി പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ. സൗദിയിൽ മാസപ്പിറവി കണ്ടു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. ഒമാനിൽ നാളെ. പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിൽ കേരളത്തിലെ വിശ്വാസികൾ. മ്യാൻമർ ഭൂകമ്പത്തിൽ മരണം 1600 കടന്നു. 3500ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം തുടരുന്നു. ദുരന്ത ഭൂമിക്ക് താങ്ങായി അവശ്യവസ്തുക്കൾ എത്തിച്ച് ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മ. എമ്പുരാന്റെ എഡിറ്റഡ് പതിപ്പ് നാളെ തിയേറ്ററിൽ. വെട്ടിമാറ്റിയത് 17 ഭാഗങ്ങൾ. വില്ലൻ കഥാപാത്രത്തിന്റെ പേരും മാറ്റി. പ്രദർശനം തുടരുന്നതിനിടയിൽ എഡിറ്റിംഗ് നടത്തിയത് സംഘപരിവാർ സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന്. സിനിമ കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസ്. ചർച്ചകൾ പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനൊപ്പം PV അൻവറിന്റെ UDF പ്രവേശനവും ഉണ്ടായേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത്. പ്രധാനമന്ത്രിയായ ശേഷം ആദ്യ സന്ദർശനം. ലക്ഷ്യം RSSുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തൽ. അമ്മയും മക്കളും ജീവനൊടുക്കിയ ഏറ്റുമാനൂരിൽ നിന്ന് മറ്റൊരു ഗാർഹിക പീഡന വാർത്ത കൂടി. മദ്യത്തിന് അടിമയായ ഭർത്താവും ഭർത്തൃമാതാവും ഉപദ്രവിക്കുന്നതായി 47-കാരി. ഇപ്പോൾ എന്റെ അവസ്ഥ ഏകദേശം ചൈനയുടെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുവാണ് അവരെന്നെ. അല്ലാതെ ഞാൻ കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ടതാണ് സാമ്പത്തികം. അത് മൊത്തം അവരെടുത്തു. പിന്നെ ഷട്ടർ സമാധാനമായിട്ടുള്ള അതില്ല. അവിടെ ഞങ്ങൾ താമസിക്കുന്നു എന്നേ ഉള്ള ഒരു മുറിക്കകത്ത്. ഭർത്തൃമാതാവ് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളും ന്യൂസ് 18 ലഭിച്ചു. ജീവനൊടുക്കാൻ ഭർത്താവ് പറഞ്ഞതായും വീട്ടമ്മ. കരുനാഗപ്പള്ളി കൊട്ടേഷൻ കൊലപാതകത്തിൽ CPM വെട്ടിൽ. കൊട്ടേഷൻ കൊടുത്ത പങ്കജ് മേനോനെ പ്രാദേശിക നേതാക്കൾ സംരക്ഷിക്കുന്നതായി ആക്ഷേപം. മുഖ്യപ്രതി 3 ദിവസമായിട്ടും ഒളിവിൽ തന്നെ. പിടിയിലാകാനുള്ളത് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട അലുവ അതുൽ ഉൾപ്പെടെ 3 പേർ. വിശദമായി കടക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു തീരാ നോവായി വേദനയായി മാറുകയാണ് മ്യാൻമർ എന്നുള്ളതാണ്. മ്യാൻമറിലെ ഭൂകമ്പത്തിൽ മരണം 1600 കടന്നിരിക്കുന്നു. 3000-ലധികം പേർക്ക് പരുക്ക് പറ്റിയതായും റിപ്പോർട്ടുകൾ വരികയാണ്. തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഇനിയും മൃതദേഹങ്ങൾ ഉള്ളതായും രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമാകുന്നതായും അധികൃതർ പറയുന്നു.可不敢我咖喱西。മ്യാൻമറിന് കൈത്താങ്ങാവുകയാണ് ഇന്ത്യ. രക്ഷാപ്രവർത്തനത്തിനും ആശ്വാസ വസ്തുക്കൾ
എത്തിക്കാനും ഓപ്പറേഷൻ ബ്രഹ്മ തുടരുകയാണ്. നിരവധി ഡോക്ടർമാരെയും രക്ഷാപ്രവർത്തകരെയും മ്യാൻമറിലെത്തിച്ചു. അവശ്യ വസ്തുക്കളും എത്തിച്ചു വരികയാണ്. Third tranche of support that we are providing comprises a field hospital. This field hospital has around 118 specialists, including doctors and medics. This team is getting ready and will be leaving from Agra later this evening. Will be landing in Naypyidaw, and from Naypyidaw they will also be taken to Mandalay area in coordination with the support of the government of Myanmar. So we understand that in the Mandalay area, where the devastation caused by the earthquake is maximum, a lot of bridges, there has been a lot of damage to physical infrastructure. So there, I'm sure a lot of support would be required. മ്യാൻമറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അത്രയും വലിയ ബഹുനില കെട്ടിടങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്ന ദയനീയമായ ഭീകരമായ കാഴ്ച. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം. ഷംന, ഗുഡ് മോർണിംഗ്. 1644 എന്ന് പറയുന്നത് തന്നെ എത്രയോ വലിയ സംഖ്യയാണ്. കണക്ക് ഉയരുന്നു എന്നതാണ് ഏറ്റവും ആശങ്കയുള്ള ഒരു കാര്യം. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പ്രാദേശിക സമയം 12:50 ആദ്യ ഭൂചലനം ഉണ്ടാകുന്നത്. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രതയിൽ രേഖപ്പെടുത്തിയ ഭൂചലനം. പിന്നീട് അതിന് പിന്നാലെ 6.7 തീവ്രതയിൽ അടുത്ത ഭൂചലനം ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് വ്യാപ്തി കൂട്ടിയതും, ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി കൂട്ടിയതും. പക്ഷേ അവിടെയും നിന്നില്ല, വീണ്ടും ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ ഉണ്ടായി. ഇതോടെയാണ് ഈ കൂടുതൽ കെട്ടിടങ്ങൾ തകർന്നു വീണതും. ഈ രക്ഷാപ്രവർത്തനത്തിനിടെ വെല്ലുവിളിയായത് ഈ തുടർ ചലനങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോഴുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇന്നലെ രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ തുടർ ചലനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അതോടൊപ്പം അവിടെ കുടുങ്ങിയിട്ടുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ച് അവരെല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ള ഒരു റിപ്പോർട്ടല്ലേ ലഭിക്കുന്നത്? ആര്യ, നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നും ലഭിക്കുക സാധ്യമല്ല. എങ്കിലും ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നലെ ഏറെ വൈകിയൊന്നും മറ്റു ഭൂചലനങ്ങൾ, വലിയ രീതിയിലുള്ള ഭൂചലനങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയം തന്നെ ഈ ചെറിയ ഭൂചലനങ്ങൾ ഉണ്ടാക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് ദുഷ്കരമാവുന്നുണ്ട്, വെല്ലുവിളിയാകുന്നുണ്ട്. പിന്നെ മറ്റ് ആളുകളുമായി ബന്ധപ്പെട്ട ഇന്ത്യക്കാരുൾപ്പെടെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതലായി ലഭ്യമായിട്ടില്ല. എങ്കിലും സുരക്ഷിതരെന്ന് കരുതുന്നു. ഒപ്പം തന്നെ നിരവധി പേരെ കാണാതായിട്ടുണ്ട്. ഇതിൽ ഇന്ത്യക്കാരും ഉണ്ടാകാമെന്ന ഒരു ആശങ്ക കൂടിയുണ്ട്. ആര്യ, തീർച്ചയായും. ആയിഷത്തുൽ ഷംനയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 1644 എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മ്യാൻമറിലെ ഭൂകമ്പത്തിൽ ഉണ്ടായിട്ടുള്ള മരണസംഖ്യ. അത് ഇനിയും ഉയരും. മരണസംഖ്യ 10,000 കടന്നേക്കും എന്നതടക്കമുള്ള സൂചനകൾ US ഏജൻസി കഴിഞ്ഞ ദിവസം തന്നെ പങ്കുവച്ചിരുന്നു. 3000-ലധികം ആളുകൾ പരിക്ക് ഏറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിൽ പലരുടെയും നില ഗുരുതരമാണ്. അതോടൊപ്പം വലിയ ബഹുനില കെട്ടിടങ്ങൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തകർന്ന് തരിപ്പണമായ, ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായ സാഹചര്യം. എത്രയോ ആയിരങ്ങളാകാം ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇവരെ
ക്കായുള്ള രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തേക്കും രക്ഷാപ്രവർത്തകർ എത്തുക. ഈ വൈദ്യുതി ഇല്ലാത്ത സാഹചര്യത്തിലൊക്കെ രാത്രിയിലുടനീളമുള്ള രക്ഷാപ്രവർത്തനം സാധ്യമാകുന്നില്ല എന്നുള്ളതൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വേഗത കുറയ്ക്കുന്ന പ്രതികൂലമായ സാഹചര്യങ്ങൾ കൂടിയാണ്. എന്തായാലും ലോകരാജ്യങ്ങളെല്ലാം ഇപ്പോൾ മ്യാൻമറിനൊപ്പം നിൽക്കുകയാണ്. ഇന്ത്യയും നിൽക്കുന്നുണ്ട്. ഓപ്പറേഷൻ ബ്രഹ്മ, അവർക്ക് വേണ്ട എല്ലാ സഹായ ഹസ്തവുമായിട്ട് ഓപ്പറേഷൻ ബ്രഹ്മ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഭാഗത്ത്. മ്യാൻമറിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഭൂകമ്പത്തിൻ്റെ തീവ്രത, ഭീകരത വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ നിമിഷം കൊണ്ട് ജീവനും ജീവിതവും ഒക്കെ നഷ്ടമായ എത്രയോ അനേകായിരം ആളുകളാണല്ലേ. ഇവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ ഇപ്പോൾ ജീവൻ മാത്രം അവശേഷിച്ചിരിക്കുന്ന മനുഷ്യരുടെ വിലാപം അത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല. ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലെല്ലാം അവരുടെ ഉറ്റവരെ തിരയുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാം. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ ഒരു നിമിഷം ജീവൻ മാത്രം കയ്യിലെടുത്തുകൊണ്ട് അവിടെ ആ ഒരു ദുരന്ത സ്ഥലത്തു നിന്ന്, കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞ കുറച്ച് മനുഷ്യർ അവശേഷിക്കുന്നു. പക്ഷേ അവർക്ക് നഷ്ടമായത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ്, അവരുടെ സ്വത്താണ്, അവരുടെ ജീവിത ഉപാധികളാണ്. അത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വലിയ ജനത, അവരെ എന്തായാലും ഇപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ചേർത്ത് നിർത്തുന്നുണ്ട്. ഇന്ത്യയും അതിൻ്റെ ഭാഗമാകുന്നുണ്ട്, പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ ബ്രഹ്മ വളരെ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. അവർക്ക് വേണ്ട അവശ്യ വസ്തുക്കളും എല്ലാം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ സേവനവും അടക്കം ലഭ്യമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വെള്ളിയാഴ്ച ഉണ്ടായ ഭൂകമ്പത്തിന് പിന്നാലെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള തുടർ ചലനങ്ങളാണ് അവിടെ ഉണ്ടായ ഈ ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടിയത് എന്നുള്ളതാണ്. കൂടുതൽ കെട്ടിടങ്ങളും തകർന്നു വീണത് ഈ ഒരു സമയത്താണ് എന്നുള്ളതാണ്. കൂടുതൽ പേരുടെ ജീവൻ നഷ്ടമായതും ആ ഒരു സമയത്താണ് എന്നുള്ളതാണ്. ഈ ബഹുനില കെട്ടിടങ്ങളൊക്കെ തകർന്നു വീണ അതിനിടയിൽ, ആ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് ജീവനുകൾ അവരുടെ ഇടയിൽ കിടക്കുന്നുണ്ട്. അവരെയൊക്കെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വന്ന ഏക ആശ്വാസകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് മണിക്കൂറുകൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നതിന് ശേഷവും ഒരു യുവതിയെ ജീവനോടുകൂടി രക്ഷിക്കാൻ ഈ രക്ഷാസംഘത്തിന് സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭീകരത വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ സമൂഹത്തെ ബാധിച്ച ലഹരി എന്ന മഹാവിപത്തിനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ്, അതിനായിട്ടുള്ള പോരാട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. ലഹരിക്കെതിരെ നമുക്കൊന്നിച്ച് പോരാടാം. കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അക്രമ വാസനയും ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം ഇന്ന്. നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ രാവിലെ 10 മണിക്കാണ് യോഗം. ലഹരി ഉപയോഗം തടയാൻ കർമ്മ പദ്ധതി തയ്യാറാക്കലാണ് യോഗത്തിന്റെ ലക്ഷ്യം. വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സിനിമ, സാംസ്കാരിക മാധ്യമ മേഖലകളിലെ സംഘടനകളുടെയും അധ്യാപക
രക്ഷാകർതൃ സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. വി വിനോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ, ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം, അതിൽ മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ള യോഗം, അതിൽ സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ടല്ലേ? അറിയ, ഗുഡ് മോർണിംഗ്. നേരത്തെ തന്നെ നിയമസഭയിൽ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പാണ് ഇത്തരത്തിലൊരു യോഗം വിളിക്കും എന്ന കാര്യം. അദ്ദേഹം അപ്പോൾ തന്നെ അത് സൂചിപ്പിച്ചിരുന്നതാണ്. മാത്രമല്ല, കഴിഞ്ഞ 24-ന് മുഖ്യമന്ത്രി ലോ ആൻഡ് ഓർഡർ ADGPയും എക്സൈസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗം വിളിച്ചിരുന്നു. ഇതിലും സംയുക്തമായ പരിശോധനാ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. സർക്കാരിന്റെ തന്നെ നിർദ്ദേശപ്രകാരം നേരത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPയും എക്സൈസ് കമ്മീഷണറും ആദ്യം തന്നെ മറ്റൊരു യോഗം ചേർന്നിരുന്നു. ഇന്നത്തെ യോഗം ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ്, നിയമസഭയിലെ ഹാളാണ്. അവിടെ രാവിലെ 10 മണിക്കാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. വിവിധ സംഘടനാ പ്രതിനിധികൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ രക്ഷാകർത്താക്കളുടെ പ്രതിനിധികൾ, അധ്യാപകരുടെ പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലകളിലുള്ള ആളുകൾ ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുക എന്നതാണ്. സമൂഹത്തിൽ വലിയ വിപത്തായി ലഹരി മാറുമ്പോൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം, അതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിന് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ ഒരു യോഗം വിളിക്കുമ്പോൾ തുടർന്നുള്ള നടപടികൾ അത് പ്രധാനമായും രാസലഹരിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇങ്ങനെ വീട്ടിലുള്ള ആളുകളെയൊക്കെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളാണ് പലപ്പോഴും ഇത്തരം അതിക്രമങ്ങൾക്കിരയാകുന്നത്. മക്കൾക്കെതിരെ അമ്മമാർ തന്നെ പരാതി നൽകുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരുടെ പ്രതികരണം നടത്തുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പലയിടങ്ങളിലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പല വീടുകളിലും തീർത്തും അരക്ഷിതമായ സാഹചര്യത്തിൽ ആളുകൾ കഴിയേണ്ട സാഹചര്യം. 17-18 ഒക്കെ വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഇത്തരത്തിൽ അക്രമം കാട്ടുന്നത്. അതിനേക്കാൾ ചെറിയ കുട്ടികൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ലഹരി കിട്ടുന്ന സാഹചര്യമുണ്ട്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ലഹരി കിട്ടുന്ന സാഹചര്യം. മാത്രമല്ല, സർക്കാരിനെ സംബന്ധിച്ച് വെല്ലുവിളി ഈ കണ്ണികളെ, ലഹരി വിൽപ്പനക്കാരെ മാത്രമല്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കോ യുവജനങ്ങൾക്കോ ഈ ലഹരി എത്തിക്കുന്ന ആളുകളെ പിടികൂടുക എന്ന വെല്ലുവിളി മാത്രമല്ല, ഇവരിലേക്ക് എത്തുന്ന ശൃംഖലയുണ്ട്. ഇതിന്റെ വ്യാപാരം നടത്തുന്ന വലിയ വൻകിട സംഘങ്ങളുണ്ട്. ഇവരെയൊക്കെ തന്നെ പിടികൂടുക എന്നതാണ്. മാത്രമല്ല, ഈ കർണാടക, ഒഡീഷ അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പലപ്പോഴും കേരളത്തിലേക്ക് ലഹരി എത്തുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂരിലൊക്കെ ഈ ആഫ്രിക്കയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള, നൈജീരിയയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടുത്തെ യുവാക്കൾ താമസിക്കുന്നുണ്ട്. അവർ പഠനാവശ്യം എന്ന നിലയ്ക്കാണ് കർണാടകയിലേക്ക് എത്തിയിട്ടുള്ളത്. അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ചില ആളുകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അങ്ങനെ ആ തരത്തിലാണ്. ഇവരാണ് അവിടെ ഇത് തയ്യാറാക്കുന്നത്. ഇങ്ങനെ ഈ വിദ്യാർത്ഥികളായി എത്തിയിട്ടുള്ള ആളുകൾ അവിടെ തയ്യാറാക്കുകയും അതിന്റെ വലിയ ഒഴുക്ക് കേരളത്തിലേക്ക് നടക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ രാസലഹരികൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ അങ്ങനെ വലിയ തോതിൽ വാർത്തകളോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള റിപ്പോർട്ടുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല. മറിച്ച് കേരളം ഇതിനുള്ള വിളനിലമായി മാറുന്നു. ഇതിന്റെ ഒരു വലിയ മാർക്കറ്റായി കേരളം മാറുന്നു എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതിനൊരു പരിഹാരം കാണുക, അതിനുവേണ്ടിയാണ് ഇന്നത്തെ യോഗം വിളിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ്. ആര്യ, തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി വ്യാപനത്തിനെതിരെ ശാശ്വതമായ ഒരു പരിഹാരം കാണുക, കർമ്മ പദ്ധതി രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. യോഗത്തിന്റെ വിശദാംശങ്ങളാണ് വി വിനോദ് നൽകിയത്. ഇനി ന്യൂസ് 18 ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റുമാനൂരിൽ ഗാർഹിക പീഡനത്തിന് ഇരയായതിനു ശേഷം 2 പെൺമക്കളെയും കൊണ്ട് ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല, അല്ലേ? ഷൈനി ഇപ്പോഴും നമുക്കുള്ളിൽ ഒരു നോവായി അവശേഷിക്കുകയാണ്. ഷൈനി ആത്മഹത്യ ചെയ്ത അതേ ഏറ്റുമാനൂരിൽ നിന്ന് മറ്റൊരു ഗാർഹിക പീഡന വെളിപ്പെടുത്തൽ കൂടി വരികയാണ്. മദ്യത്തിന് അടിമയായ ഭർത്താവും ഭർത്തൃമാതാവും ക്രൂരമായി പീഡിപ്പിക്കുന്നതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് 47-കാരി. വീടിനുള്ളിലെ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുകയാണ്. 19-കാരിയായ മകളെയും ഭർത്താവ് ജോമോൻ മർദ്ദിച്ചു. കോടതിയുടെ ഉത്തരവ് പ്രകാരം ഭർത്താവിന്റെ വസതിയിൽ കഴിയുമ്പോൾ ഭർത്തൃമാതാവ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ന്യൂസ് 18 ലഭിച്ചു. ചൂട് കാലത്തും രാത്രിയായാൽ വൈദ്യുതി വിച്ഛേദിച്ചാണ് ഉപദ്രവം. ഷൈനി അന്തസ്സുള്ള പെണ്ണാണെന്നും അതേപോലെ ആത്മഹത്യ ചെയ്യാനുമാണ് ഭർത്താവ് ജോമോൻ പറഞ്ഞതെന്നും വീട്ടമ്മ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. വിളിക്കാൻ കാരണം എന്നറിയാമോ?
അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ മാസം അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ലോൺ അടയ്ക്കാനല്ലേ നീ പോയത് തന്നെ അല്ലേ? നീ എന്നോടോ ജോമോനോടോ വൈരാഗ്യം പിടിച്ചിട്ട് ലോൺ അടയ്ക്കാതിരുന്നത് ശരിയല്ല. അല്ലെ നീ അതിനുള്ള പ്രതീക്ഷ ജോമോൻ കള്ളു കുടിക്കുന്നെന്ന് പറഞ്ഞപ്പോ എന്നാ ചെയ്യാനായിട്ടാ? തല്ലിക്കൊല്ലാൻ പറ്റത്തില്ലല്ലോ നമുക്കിപ്പോ. എന്നും പറഞ്ഞ ആ ലോൺ അടച്ചില്ലെങ്കിൽ അല്ലെ വീടും പറമ്പും വിറ്റിട്ട് ലോൺ അടയ്ക്കാം, എന്തെങ്കിലും ചെയ്യണം. നീ ലോൺ അടച്ച ആരോട് പിണങ്ങിയ ലോൺ അടയ്ക്കാൻ? എന്നോട് പിണങ്ങിയിട്ട് ഒരു കാര്യമില്ല. നിനക്കറിയാമല്ലോ 1,85,000 രൂപയ്ക്ക് നീയും കൂടെ കൂടിയാണ് സ്വന്തം പണയം വെച്ചത്. നീ എന്നോടൊരു വാക്ക് ചോദിച്ചില്ല. അമ്മ സ്വർണ്ണം എടുത്തോന്ന് പോലും എന്നോട് ചോദിച്ചില്ല. ഞാൻ നിന്നോട് പറഞ്ഞു, ചോദിച്ചോല്ലോ? നിന്നോട് ഞാൻ ഒന്നും ചോദിച്ചില്ല. എന്റെ സ്വർണ്ണം എടുത്തതാന്ന് പറഞ്ഞു, ഒന്നും ഞാൻ പറഞ്ഞില്ല. നീ ഇവിടെ വന്നപ്പോ നിന്റെ സ്വർണം മൊത്തം നീ എടുത്തു. ഞാൻ അമ്മയുടെ സ്വർണ്ണം എടുത്തോ എന്ന പലിശ അടച്ചോ? ഒരു വാക്ക് നീ എന്നോട് ചോദിച്ചില്ല. ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ നിന്നോട് പറയത്തില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ട 3 വർഷം കൊണ്ട് എന്റെ വളവരം വിറ്റിട്ട് ഞാൻ ആ സ്വർണ്ണം പണിയെടുത്തു. മനസ്സിലായോ? നിനക്ക് മനസ്സിലായല്ലോ? അതുകൊണ്ട് നീ വൈരാഗ്യം വെച്ചു ജോമാ കള്ളു കുടിക്കുന്നെന്ന് പറഞ്ഞ് നീ ഈ മാസം ലോൺ അടയ്ക്കാതിരുന്നത് വളരെ മോശമായി പോയി. എനിക്ക് അത്രേ പറയാനുള്ളൂ. നീ അടച്ചേ പറ്റൂ, അല്ലെങ്കിൽ നീ നാട്ടോട് തിരിച്ചു പോയി. ഇതിൽ ഏതെങ്കിലും ചെയ്യും. ഒന്നുകിൽ ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും 2 പെൺമക്കളുടെയും ആത്മഹത്യയ്ക്ക് ശേഷം കേരളം ഒരുപാട് ചർച്ചകൾ നടത്തി. അവരുടെ വേദനയ്ക്കൊപ്പം, ആ കുഞ്ഞുങ്ങളുടെ വേദനയ്ക്കൊപ്പം വേദനിക്കുന്നവരായിരുന്നു മലയാളികൾ. ഏറ്റുമാനൂരിൽ നിന്ന് തന്നെ മറ്റൊരു 2 പെൺമക്കളുടെ അമ്മയാണ് തൻ്റെ ദുരനുഭവം നേരിട്ട് പറയാൻ ന്യൂസ് 18-നൊപ്പം ആ വീട്ടമ്മ എന്നോടൊപ്പം ചേരുകയാണ്. അതിക്രൂരമായൊരു മർദ്ദനമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് അന്ന് സംഭവിച്ചത്? അന്ന് ഹസ്ബൻഡ് അമ്മ എന്നും പ്രശ്നങ്ങളാണ്. ഞങ്ങൾ ഇറങ്ങി പോകാൻ വേണ്ടി. അന്നാണെങ്കിലും മോൾക്ക് എക്സാമിൻ്റെ സമയമായിരുന്നു. ഞങ്ങളുടെ കറണ്ട് ഓഫ് ചെയ്യുകയാണ് അമ്മ വന്ന്. പുള്ളിക്കാരൻ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരികയും ഞങ്ങളുടെ റൂമിലേക്ക് കയറി വരികയും എന്നിട്ട് മോളോട് പറയുന്നത്, നിന്നെ ഞാൻ വിടില്ല, ഞാൻ ജയിലിൽ പോയാലും നിന്നെ ഞാൻ പുറത്ത് വിടില്ല എന്ന്. പിന്നെ മദർലോയും വന്നിരുന്നു. മദർലോ വന്നിട്ട് പറഞ്ഞേക്കുന്നത്, എൻ്റെ മകനും നിന്നെയും മക്കളെയും വേണ്ടടി, പിന്നെ എന്തിനാ നീ ഇവിടെ കിടക്കുന്നത്? ഞങ്ങൾ നിൻ്റെ സ്വത്തെല്ലാം ഞങ്ങൾ എൻ്റെ മകൾക്ക് കൊടുത്തു. ഇനി നിനക്ക് ഇവിടെ കിടന്നിട്ട് ഒരു കാര്യമില്ല, നീ മക്കൾ ഇറങ്ങിപ്പോന്ന് പറഞ്ഞ അശ്ലീലമാണ് പിന്നെ പറയുന്നത്. അമ്മ അത്രയും തന്നെയല്ല, അശ്ലീലം പറയും. മോളുടെ മോളെയും പറയും, മൂത്ത മോളെ പറയുന്നത് അമ്മയും മകനും, അതായത് മോളുടെ അച്ഛനും പറയുന്നത് മോള് പോയി. എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. അത് ഒരമ്മ എന്ന നിലയിൽ ഞാനത് പറയില്ല. അത് കേൾക്കുന്ന ഒരമ്മയ്ക്ക് മാത്രമേ വിഷമം വരുള്ളൂ. ഈ ആത്മഹത്യ ചെയ്തുകൂടെ എന്ന് അതെപ്പോഴും മദർലോ പറയുന്നത്, നിനക്ക് നാണമില്ലല്ലോടി ഇവിടെ നിൽക്കാനായിട്ട്? നാണം കെട്ടവളെ, എൻ്റെ മകളുടെ വീട്ടിൽ എൻ്റെ മകൾ 45 ലക്ഷം രൂപയ്ക്ക് ഞാൻ കൊടുത്തതാടി. നാണം കെട്ടവളെ, നീ പോയി ആത്മഹത്യ ചെയ്യടി മക്കളെയും കൊണ്ട്. നാണമില്ലാതെ നിൽക്കുന്ന എൻ്റെ മകന് വേണ്ടാത്തവളല്ലേ നീ? പിന്നെ മകന് വേണ്ടാത്ത നീ. ഷൈനിയുടെ സംഭവം ഉണ്ടായ ശേഷം ഇങ്ങനെ പറഞ്ഞു. ഷൈനിയുടെ സംഭവം ഉണ്ടായതിന് ശേഷം പറയുന്നത്, ഷൈനിയെ കണ്ടു അന്തസ്സുള്ള പെണ്ണാണ്, അവളെ പോലെ പോയി നീ കൊച്ചുമായിട്ട് വല്ല ട്രെയിൻ്റെ അടിയിൽ പോയി. ജോമോൻ്റെ അമ്മയുമാണ് പറയുന്നത് കേട്ടോ. ഇത് എന്നെ അപേക്ഷിച്ച് ഇപ്പോഴും എൻ്റെ അവസ്ഥ ഏകദേശം ഷൈനിയുടെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുവാണ് അവരെന്നെ. അല്ലാതെ ഞാൻ കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ടതാണ് സാമ്പത്തികം. അത് മൊത്തം അവരെടുത്തു. പിന്നെ ഷട്ടർ സമാധാനമായിട്ടുള്ള അതില്ല. അവിടെ ഞങ്ങൾ താമസിക്കുന്നു എന്നേ ഉള്ള ഒരു മുറിക്കകത്ത്. ഷൈനി അന്തസ്സുള്ള പെണ്ണാണ്, ഷൈനിയെ പോലെ ആയിക്കൂടെ എന്നാണ് ഈ അമ്മയും മകനും ഈ സ്ത്രീയോട് ചോദിക്കുന്നത്. കൊച്ചു കുട്ടികളാണ് ഉള്ളത്. 13 വയസ്സുള്ള ഇളയ മകളാണിപ്പോൾ ഈ അമ്മയ്ക്കൊപ്പമുള്ളത്. കയ്യിലുള്ളതെല്ലാം കവർന്നെടുത്ത ശേഷമാണ് ഇത്രയും വലിയൊരു ക്രൂരത ഈ വീട്ടമ്മയോട് ഫലത്തിൽ കാണിക്കുന്നത്. എന്ത് പരിഹാരമാണ് സർക്കാരിന് അല്ലെങ്കിൽ സംവിധാനങ്ങൾക്ക്, നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കൊക്കെ ഇത്തരം മനുഷ്യരെ സംരക്ഷിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്. കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ജി ശ്രീജിത്താണ് ഈ വാർത്ത നമ്മളിലേക്ക് എത്തിച്ചത്. ജി ശ്രീജിത്ത് തന്നെ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. 47-കാരിയായ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എത്രയോ കാലങ്ങളായി അവരനുഭവിക്കുന്ന കൊടിയ പീഡനമാണ് ഒടുവിൽ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഷൈനിയെ പോലെ ആത്മഹത്യ ചെയ്യാനാണ് ആ വീട്ടുകാർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ വലിയൊരു നിസ്സഹായ അവസ്ഥയാണ് അല്ലേ? നിയമപരമായി എപ്പോഴെങ്കിലും ഈ വീട്ടമ്മ മുന്നോട്ട് പോയിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ, ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് ഈ വീട്ടമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ അവർ ആലോചിക്കുന്നത്? അതെന്തെങ്കിലും നമ്മളോട് പങ്കുവച്ചിട്ടുണ്ടോ?
തീർച്ചയായും നിയമപരമായ പോരാട്ടം തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് 2 തവണ ഈ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ അമ്മയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ശേഷവും ഇതൊക്കെ തന്നെയാണ് തുടരുന്നത്. അത് ശാരീരിക ആക്രമണം നേരിട്ടല്ലെങ്കിൽ മറ്റൊരു തരത്തിലാണ്. ഈ കറണ്ട് ഓഫ് ചെയ്യുന്നതെല്ലാം സമീപ ദിവസങ്ങളിലുണ്ടായതാണ്. മാർച്ച് 15-നുണ്ടായ സംഭവം കൂടിയാണ്. അന്നാണ് ഈ ആര്യ വീഡിയോ കണ്ടു എന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു തെറി വിളിച്ചുകൊണ്ടാണ് ഈ അമ്മായിയമ്മ ഈ മകളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഉള്ളത്. അതായത് മകളുടെ പരീക്ഷാ സമയമാണ്. ഇളയ മകളാണ് ആ വീട്ടിലുള്ളത്. അവൾക്ക് 13 വയസ്സുകാരിയാണ്. മൂത്ത മകൾ ഒരു 3 മാസം മുൻപ് അവളെയും ആക്രമിച്ചിരുന്നു. അവളിപ്പോൾ നിലവിൽ ഇവർ ലോൺ എടുത്ത് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് പഠനത്തിനായി. അവൾക്കും കഴുത്തിനും മറ്റും മുറിവേൽക്കുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. അതായത് ഈ പിടിവലിക്കിടയിലും ഈ പിതാവ് തന്നെ മർദ്ദിക്കുകയാണ്. ആ ദൃശ്യമാണ് ആ കുട്ടി തന്നെ വിവരിക്കുന്നത്. അതിൻ്റെ ഒരു സ്വകാര്യതാ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അത് പൂർണ്ണമായും നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്തത്. അതായത് തുടർച്ചയാണ്. ഈ വീട്ടമ്മ വർഷങ്ങളായി വിദേശത്ത് പലയിടങ്ങളിൽ, ഇസ്രായേലൊപ്പം തന്നെ ഇറ്റലി, അങ്ങനെ പല രാജ്യങ്ങളിൽ ജോലി ചെയ്ത് നേഴ്സായിരുന്നു. ജോലി ചെയ്താണ് ഈ വീട്ടിലേക്ക് വേണ്ട പണമെല്ലാം അയച്ചു കൊടുത്തിരുന്നത്. ഈ ഭർത്താവ് അവരെ ജോലിക്ക് വിട്ട് ഇവിടെ സുഖമായി മദ്യപിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ പണം ഇടയ്ക്ക് നൽകാതെ വന്നതാണ് ഈ പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ സൃഷ്ടിച്ചത്. അതാണ് ഈ ഒരു അമ്മായിയമ്മ തന്നെയാണ് ചോദിക്കുന്നത്, ലോൺ അടച്ചില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത്, നീ തിരിച്ചു വരൂ എന്ന്. ഇവർക്കിടയിലുള്ള തർക്കമാണ്, ഗാർഹിക പ്രശ്നമാണ്. പക്ഷേ അതിനിടയിൽ മർദ്ദനമുണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഒന്ന്. അത് മകൾക്കെതിരെയും, 19 വയസ്സുകാരിയാണ് മൂത്ത മകൾ, അവൾക്കെതിരെയും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഒരു ഗതികേട് ഈ വീട്ടമ്മ ഇപ്പോൾ പറയുന്നത്, ഇതിൽ നിയമപരമായ പോലീസിനെ വിളിക്കുമ്പോൾ പോലീസ് ഓടിയെത്തുന്നുണ്ട്, പല ഘട്ടങ്ങളിലും പോലീസ് ഇടപെടുന്നുണ്ട്. കോടതി സംവിധാനം ഇടപെട്ടുകൊണ്ടാണ് ഈ വീട്ടിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ താമസിക്കുമ്പോഴാണ് ഈ അമ്മായിയമ്മ, അതായത് ഭർത്തൃമാതാവ്, ഈ കറണ്ട് ഓഫ് ചെയ്യുക. അതായത് വീട്ടിൽ താമസിക്കുന്നവർക്ക് അവർക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഇവർ കറണ്ട് ഓഫ് ചെയ്യുന്ന അടക്കമുള്ള ദൃശ്യങ്ങളാണ് ഈ പുറത്തു വരുന്നത്. അത് ഈ ചൂടുകാലത്ത് ഒരു ദിവസം വൈദ്യുതി ഇല്ലെങ്കിൽ എങ്ങനെ കിടന്നുറങ്ങാൻ കഴിയും എന്ന ചോദ്യം ഓരോ മലയാളിക്കും അറിയാവുന്നതാണ്. അതിന് ഉത്തരം ആ അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ക്രൂരത കൂടി നടത്തുന്നത് എന്നുള്ളതാണ്. കോടതി സംവിധാനങ്ങളിൽ കേസുകൾ നടക്കുന്നുണ്ട്, പക്ഷേ ഈ കേസുകൾക്കുള്ള കാലതാമസം വളരെ വലുതാണ്. നമുക്കറിയാം, ഒരു ഡിവോഴ്സ് കേസൊക്കെ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് അതിൽ പല നടപടികളും ഉണ്ടാകുന്നത്. അവിടെയാണ് ഇത്തരം വീട്ടമ്മമാർ ദുരിതം അനുഭവിക്കുകയും അവർ നീറിപ്പുകഞ്ഞ് ജീവിതം തന്നെ അവസാനിപ്പിക്കണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണമാണ് ഷൈനിയും. ഏതാണ്ട് 10-15 വർഷം നീണ്ട പോരാട്ടമായിരുന്നു. ഭർത്താവിൽ നിന്നുണ്ടായ പീഡനങ്ങൾ സഹിക്കവയ്യാതെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നു. പിന്നെയും പലതരത്തിൽ പീഡനം, അവരെ വിടാതെ പിടികൂടുന്നു, പിന്തുടർന്ന് ഇത്തരം ദ്രോഹങ്ങൾ ചെയ്യുന്നു. അപ്പോഴാണ് അവർ ജീവിതം അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് എത്തിയത്. സമാനമായി ഷൈനിയെ മാതൃകയാക്കിക്കൂടെ, ഷൈനി അന്തസ്സുള്ള പെണ്ണാണ് എന്ന് പറഞ്ഞിട്ടാണ്, അതായത് ഈ മരിക്കുന്നത് സ്വന്തം 2 കുഞ്ഞുങ്ങളുമായി ഈ റെയിൽവേ ട്രാക്കിൽ മരിച്ച ഷൈനിയുടെ ഒരു ഗതികേടിനെയാണ് ഇവർ ഇങ്ങനെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവരുടെ, ഈ വീട്ടമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വേഗത്തിൽ കേസ് നടപടികൾ ഉണ്ടാകും. ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ പരാതി നൽകിയിട്ടുള്ളതാണ്. അദ്ദേഹം അത് താഴേക്ക് അയച്ചു കൊടുത്ത് തുടർ നടപടി സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പോലീസിനെ ഇവർ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ടോൾ ഫ്രീ നമ്പറിലൊക്കെ വിളിക്കുന്ന സമയത്ത് പോലീസ് ഓടി എത്തുന്നുണ്ട്. പക്ഷേ ഇത്തരക്കാർ ഇപ്പോഴും പെട്ടെന്ന് ജാമ്യം കിട്ടുന്നു, പുറത്തിറങ്ങുന്നു, വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ വീട്ടിൽ ഈ ഭർത്താവായ ജോമോന് നിൽക്കാൻ പാടില്ലാത്തതാണ്, പക്ഷെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് രഹസ്യമായി വരുന്നു. അദ്ദേഹവും ഈ അമ്മയും ചേർന്നുകൊണ്ട് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ നടത്തുന്നു. ഈ ഭർത്താവിൻ്റെ സഹോദരിമാർ വിദേശത്താണുള്ളത്, അവരും പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ, രേഖ, അങ്ങനെയൊക്കെയാണ് ഇവർ പേര് പറയുന്നത്. അവരൊക്കെ ചേർന്നുകൊണ്ട് ഈ സ്വത്തുൾപ്പെടെ, അതായത് ഇവരാണ് ഈ വീടിൻ്റെ റിനോവേഷൻ വർക്കുകൾ, നവീകരണ പ്രവർത്തനങ്ങളെല്ലാം ലക്ഷങ്ങൾ മുടക്കി വിദേശത്തുള്ള സമയത്ത് ചെയ്യുന്നത്. അത് ഈ മകൻ്റെ പേരിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ആദ്യം അമ്മയുടെ പേരിൽ എഴുതി വാങ്ങുകയും തുടർന്ന് അമ്മ മൂത്ത മകൾക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ഈ വീട്ടമ്മ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു വീടിനുള്ളിൽ ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത് എന്നുള്ളത് ഫലത്തിൽ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അതിൻ്റെ ചില ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഞെട്ടിക്കുന്നത് എന്നുള്ളതാണ്.
എന്തിനാണ് ഇങ്ങനൊരു കുടുംബ ജീവിതം എന്ന് ഫലത്തിൽ ചോദിക്കുന്ന നിലയിലേക്ക് ഇങ്ങനെയൊക്കെയാണ് ഒരു കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറയാവുന്ന ഭർത്താവും ഭർത്തൃമാതാവും ഒക്കെ ചെയ്യുന്നത് എന്ന ചോദ്യം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ ചോദിക്കുന്നത്. ഷൈനിമാരെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യം. തീർച്ചയായും ശ്രീജിത്ത് തുടരുക. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ അയൽപക്കത്തെ വീടുകളിൽ ഇതാണോ നടക്കുന്നത് എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു പോകും. ഇത്രത്തോളം ക്രൂര മനസ്സുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടോ എന്നുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് തുടക്കത്തിൽ തന്നെ എത്തിച്ചതാണ്. ഈ വീട്ടമ്മയെ ഉപദ്രവിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് വെളിപ്പെടുത്തലുമായി ആ വീട്ടമ്മ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. This is a daily routine. I got bruises all over my neck. നിനക്ക് കല്യാണം കൊടുക്കുന്നത് സൂക്കാനായിരിക്കും. പൈസ പോലും ഇല്ല. മാസം 1750 രൂപ കല്യാണം. എനിക്ക് സൂക്കാണ് എല്ലാ വർഷവും ഉണ്ടാക്കും. This is a daily routine. I got bruises all over my neck. നിനക്ക് കല്യാണം കൊടുക്കുന്നത് സൂക്കാനായിരിക്കും. പൈസ പോലും ഇല്ല. മാസം 1750 രൂപ കല്യാണം. എനിക്ക് സൂക്കാണ് എല്ലാ വർഷവും ഉണ്ടാക്കും. This is a daily routine. I got bruises all over my neck. ഇതാ വീട്ടിൽ നടക്കുന്ന ദിവസേന നടക്കുന്ന കാഴ്ചയാണ് എന്നുള്ളതാണ് ആ വീഡിയോയിൽ 19-കാരിയായ മകളാണ് ആ വീഡിയോ ചിത്രീകരിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ മകൾ പറയുന്ന കാര്യവും അതുതന്നെയാണ്. ഇത് ഈ വീട്ടിൽ ദിവസവും നടക്കുന്ന കാര്യമാണ്. ആ മകൾക്കും ഈ അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട്, മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരന്തരമായി ആ അമ്മയും മകളും ആ വീട്ടിൽ ഇത്തരത്തിൽ ക്രൂരമായ പീഡനത്തിന്, മാനസികവും ശാരീരികവുമായുള്ള പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും ഈ വീട്ടമ്മ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, പലതവണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്, കൃത്യമായി പോലീസ് ഇടപെട്ടിട്ടുണ്ട്, കോടതി മുഖേനയൊക്കെ ഈ നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരുകയാണ്. പക്ഷേ ഈ നിയമ സംവിധാനത്തെ അടക്കം നിരന്തരം വെല്ലുവിളിക്കുകയാണ് ഈ ഭർത്താവും ഭർത്തൃമാതാവും ഒക്കെ. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് ഈ വീട്ടമ്മയ്ക്ക് സുരക്ഷ ഒരുക്കാം എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നില്ലേ? എന്താണ് ഈ വീട്ടമ്മയുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം? ആ വീട്ടിൽ തന്നെ തുടരണം എന്നുള്ളതാണോ, അല്ലെങ്കിൽ മറ്റൊരു വീടോ മറ്റൊരു സുരക്ഷിതമായ ഒരു ഇടം ഒരുക്കി നൽകണം, അതിനാരെങ്കിലും സഹായിക്കണമെന്നോ, നമ്മുടെ നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളൊക്കെ സഹായിക്കണം എന്നുള്ളൊരാവശ്യമാണോ മുന്നോട്ട് വെക്കുന്നത്? തീർച്ചയായും ആ വീട്ടിൽ സുരക്ഷ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. കാരണം അവർ പണം ചെലവാക്കി നിർമ്മിച്ച ഒരു വീട് കൂടിയാണ്. അവർ നവീകരണത്തിനടക്കം ഏതാണ്ട് ലക്ഷങ്ങൾ ചെലവിട്ടൊരു വീടാണ്. ആ വീട്ടിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഒന്നത്, അവരുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. കാരണം അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും അത്രയും പ്രായമായിട്ടുണ്ട്. മാത്രമല്ല അതിഗുരുതരമായ ക്യാൻസർ സാഹചര്യമാണുള്ളത്. അത് അമ്മയ്ക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ വീട്ടിലെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് അവിടെ പോയി നിൽക്കുന്നത് എന്നുള്ളത് അവരെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇവരിടയ്ക്ക് പോയി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ വീട്ടിൽ തന്നെ, അതായത് ഇവർ പോകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുന്നത് കോടതിയാണ് തീരുമാനിച്ചത് ഇവർ ആ വീട്ടിൽ കഴിയട്ടെ എന്ന്. ഈ നാട്ടിലെ കോടതി തീരുമാനിച്ചൊരു വിഷയത്തിലാണ് കോടതി ഇടപെട്ട് പ്രൊട്ടക്ഷൻ നൽകിയാണ് ഫലത്തിൽ ഈ വീട്ടിൽ താമസിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ക്രൂരത നടത്തുന്നത്. സ്വാഭാവികമായും കോടതികൾ ഇടപെടേണ്ട അല്ലെങ്കിൽ നിയമപരമായി
പരിഹാരം ഉണ്ടാകേണ്ട ഒരു വിഷയം തന്നെയാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. സധൈര്യം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇതിനോട് ഫൈറ്റ് ചെയ്ത് ഒളിച്ചോടി പോവുക എന്നൊരു തീരുമാനമല്ല അവർ സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ തവണ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതി ഉണ്ടായിരുന്നു, 2 ദിവസം മുൻപും കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നിനക്ക് എന്താണ് അവിടുന്ന് കോടതിയിൽ നിന്ന് കിട്ടിയത് എന്നുള്ള നിയമ സംവിധാനത്തെ പരിഹസിക്കുന്ന ഒരു ഏതാണ്ട് 74-76 വയസ്സ് ഇടയ്ക്കാണ് അവർക്ക് പ്രായമുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരാണ് ഈ ചീത്ത വിളിക്കുന്നത്. ഈ 13 വയസ്സേ ഉള്ളൂ ഇളയ മകൾക്ക്. അവരുടെ എല്ലാം മുന്നിൽ വെച്ച് ഈ ചീത്ത വിളിച്ചുകൊണ്ട് ഇതെല്ലാം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒന്നുള്ളത്. തീർച്ചയായും നിയമപരമായ വളരെ വേഗത്തിലുള്ള ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് ഒരുപാട് കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വീട്ടമ്മയുടെ പ്രധാന പരാതി. ഒരുപാട് കഴിഞ്ഞാണ്, അതായത് ഇവർക്ക് സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു കഴിഞ്ഞൊരു നീതി എന്നൊരു നീതിക്ക് വലിയ പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ നടപടികൾ ഇത് തുടരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈ 15-നും ഈ സംഭവം, ഈ അക്രമം ഉണ്ടായ ശേഷം ഇയാളെ പിടികൂടിയിരുന്നു, അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ പിന്നീട് പുറത്തിറങ്ങുന്ന, ഒരു ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തിയാൽ, ഒരു വീട്ടിനുള്ളിൽ വെട്ടിക്കൊലപ്പെടുത്തിയാലാണ് കൂടുതൽ വലിയ ക്രൈമായി അത് മാറുന്നത്. അത് നിയമത്തിൻ്റെ പരിമിതിയാണ്. അവിടെ നിരന്തരം ഇത്തരം അക്രമങ്ങൾ ഏറ്റുവാങ്ങുന്നവർ, അത് ഭർത്താവിൽ നിന്നാണെങ്കിലും അവർക്ക് കിട്ടുന്ന ശിക്ഷ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന റിമാൻഡ് കാലയളവൊക്കെ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങി പോരുക എന്നുള്ളത് സംഭവിക്കുന്നത് അത് ഈ സംവിധാനങ്ങളുടെ ഒരു പരിമിതിയായി കൂടി ഫലത്തിൽ കാണേണ്ടി വരും. തീർച്ചയായും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. അത്തരം ഇടപെടലുകളാണ് ഇവരുടെ സുരക്ഷയ്ക്ക് ഫലത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് തന്നെ പറയേണ്ടി വരും. വനിതാ കമ്മീഷൻ പോലുള്ള സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇതിൽ ഇവരെ ഇടപെടാൻ, ഇവരെ സഹായിക്കാൻ കഴിയുക എന്നൊക്കെയുള്ളത് നിയമപരമായ പരിഹാരങ്ങൾ ഉണ്ടാകേണ്ടതുമുണ്ട്. തീർച്ചയായും അത്തരം നടപടികൾ ഫലത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് നിയമപരമായ കാര്യങ്ങളിലടക്കം വേഗം ഉണ്ടാകും. ഇപ്പോൾ ഓരോ തവണയും കേസ് വിളിക്കുമ്പോൾ പിന്നീട് മറ്റൊരു ദിവസത്തേക്ക് കേസ് മാറ്റിവെച്ച് മുന്നോട്ട് പോകുക, അത് സാധാരണമാണ്. നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന സാധാരണമായ രീതിയാണ്. പക്ഷേ അതിൽ വേഗത ഇത്തരം സംഭവങ്ങളിൽ പോലും ഫലത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രതിസന്ധി. മറ്റുള്ളത് തീർച്ചയായും ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്ക് വളരെ വേഗം പുറത്ത് വിലസി നടക്കാൻ കഴിയുന്നു എന്നുള്ളതും നമ്മുടെ ഒരു നിയമത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പരിമിതിയാണ്. തീർച്ചയായും അവർ പോലീസിനെയോ കോടതി സംവിധാനങ്ങളെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. അതവർക്ക് അറിയാം. പോലീസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എത്രയോ തവണ ഇടപെട്ടിരിക്കുന്നു. എത്രയോ തവണ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടി വീട്ടിലെത്താറുണ്ട്. ടോൾ ഫ്രീ നമ്പറിനെ കുറിച്ച് അവർ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവർ ഇപ്പുറത്ത് ഒരു വശത്തുകൂടി ദുരിതം അനുഭവിക്കുകയാണ്. എങ്ങനെയാണ് അതുകൊണ്ട് അവർക്കൊരു സംരക്ഷണം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായും നിയമ സംവിധാനങ്ങൾ ആലോചിച്ച് കണ്ടെത്തേണ്ട ഒരു ഉത്തരമാണ്. തീർച്ചയായും ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നമ്മുടെ അധികാരികൾക്ക് മുന്നിലേക്ക്, അധികൃതർക്ക് മുന്നിലേക്ക് ഈ വിഷയം, ഈ വീട്ടമ്മയുടെ ദുരവസ്ഥ മുന്നോട്ട് വയ്ക്കുകയാണ്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ നടപടിയെടുക്കേണ്ടതാണ്. നിയമപരമായ പോരാട്ടം എത്രയോ കാലമായി ആ വീട്ടമ്മ നടത്തുന്നുണ്ട്. കോടതി മുഖേന തന്നെയാണ്, കോടതി ഇടപെട്ട ആ ഉത്തരവിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് വീട്ടിൽ താമസിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും നിരന്തരമായി ആ 13-ഉം 19-ഉം വയസ്സുള്ള മക്കൾക്കൊപ്പം ആ വീട്ടമ്മ വളരെ ദുരിതപൂർണമായ ഒരു ജീവിതമാണ് ആ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം നമ്മുടെ സംവിധാനങ്ങൾക്ക്, അധികൃതർക്ക് ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടാൻ കഴിയുമോ ആ തരത്തിലൊരു ഇടപെടലാണ് അവർ ആവശ്യപ്പെടുന്നത്. നേരത്തെ ആ വീട്ടമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കുന്ന സമയത്തൊക്കെ അവർ ഓടിയെത്താറുണ്ട്. അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഭർത്താവിനെ കൊണ്ടുപോയിട്ടുമുണ്ട്, ജോമോനെ കൊണ്ടുപോയിട്ടുമുണ്ട്. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥകളൊക്കെ അത്തരത്തിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി വീണ്ടും ഇവരെ ആക്രമിക്കുന്ന, ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. നിയമ സംവിധാനങ്ങളൊക്കെ ശക്തിപ്പെടുത്തണം. ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ വളരെ കർക്കശമായ നിയമങ്ങൾ വരണം എന്നൊക്കെ നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് കാലാനുസൃതമായി ഉണ്ടാകേണ്ട കാര്യമാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് അധികൃതർക്ക് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമോ അത് എത്രയും പെട്ടെന്ന് എടുക്കേണ്ടത് അനിവാര്യതയാണ് എന്നുള്ളതാണ് ന്യൂസ് 18 ഓർമ്മിപ്പിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള.
വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുരുഷ സുഹൃത്തിനെ പ്രതി ചേർത്തേക്കും. യുവതിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന് കാട്ടി കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. വിവാഹം ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് മലപ്പുറം സ്വദേശിയായ യുവാവ് പിന്മാറിയതാണ് പത്തനംതിട്ട സ്വദേശി മേഘയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഇന്നലെയാണ് പിതാവ് മധുസൂദനൻ പോലീസിൽ പരാതി നൽകിയത്. നമ്മൾ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന പേട്ട പോലീസ് സ്റ്റേഷനിൽ പിന്നെ ADGP മനോജ് അബ്രാജ് സാറിന് പരാതി കൊടുത്തിട്ടുണ്ട്. FRR തിരുവനന്തപുരം IBയുടെ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ എവിഡൻസ് ലാപ്ടോപ്പ് നമ്മുടെ കയ്യിലായിരുന്നു. അത് നമ്മുടെ കയ്യിൽ മീൻസ് അവിടെ റൂമിലുണ്ടായിരുന്നു. അത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മൊബൈൽ ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി ഫോറൻസിക് ലാബിലേക്ക് അയക്കണമെന്നാണ് അവിടെ നിന്ന് അറിഞ്ഞത്. അപ്പോൾ അതിന് ശേഷം മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചു. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പരിശോധിച്ചെന്ന് അവനെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തതായിട്ട് കണ്ടു. കിട്ടുന്ന പൈസയൊക്കെ അവനതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതായിട്ടാണ് അതിൽ നിന്ന് വെളിവാകുന്നത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പോയിട്ട് പല സ്ഥലത്തു നിന്നും ഈ ATM കാർഡ് ഉപയോഗിച്ചും അല്ലാതെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. വിവരങ്ങളുമായി VV വിനോദ് ചേരുകയാണ്. വിനോദ്, വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലായിരുന്നു മേഘ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അത് സാധൂകരിക്കുന്ന തെളിവുകളും അച്ഛൻ പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ ദിവസം. സാമ്പത്തിക ചൂഷണം അടക്കം നടന്നിട്ടുണ്ട്. എന്തായാലും ഈ പുരുഷ സുഹൃത്തിനെ പ്രതി ചേർത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണോ പോലീസ് തീരുമാനിക്കുന്നത്? അറിയ കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയുടെ പിതാവ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതായത് ആ മേഘയ്ക്ക് കിട്ടിയിരുന്ന ശമ്പളം പോലും പുരുഷ സുഹൃത്ത് വാങ്ങിയിരുന്നു എന്ന കാര്യമാണ്. പിന്നീട് ചെലവിന് ആവശ്യം വരുമ്പോൾ 500 1000 രൂപ വെച്ച് തിരികെ ഇട്ടുകൊടുക്കുന്ന ഒരു രീതിയായിരുന്നു. അതായത് ആ പെൺകുട്ടി ജോലി ചെയ്യുന്ന പൈസ പോലും സ്വന്തമായി ഉപയോഗിക്കാനോ അത് കയ്യിൽ വെക്കാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കുടുംബം ഇതിന് തെളിവായി പുറത്തുവിടുന്നത്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം പുതിയ പരാതി നൽകിയിട്ടുള്ളത്. വിവാഹബന്ധം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാഹം കഴിക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന്. രണ്ടുപേരും അടുപ്പത്തിലായിരുന്നു, സഹപ്രവർത്തകരാണ്. ഒരുമിച്ചുള്ള യാത്രകൾ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കും തിരിച്ചുമൊക്കെയുള്ള യാത്രകൾ പലകുറി ഉണ്ടായിരുന്നു. അങ്ങനെ വളരെയധികം അടുപ്പത്തിലായിരുന്നു. പിന്നീട് വീട്ടുകാർ ഈ ബന്ധം അറിയുകയും വീട്ടുകാർ തമ്മിലുള്ള ഈ അത്തരം ചർച്ചകളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഈ യുവാവിന് മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായി എന്ന കാര്യമാണ് പറയുന്നത്. താൻ സിവിൽ സർവീസിന് പോവുകയാണ്, അത് പരിശീലിക്കാൻ പോവുകയാണ്, ഈ IBയിൽ ജോലി വിടുന്നു എന്ന് യുവാവ് പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു. പക്ഷേ അത് മറ്റൊരു പെൺകുട്ടിയുമായി അടുത്തതിൻ്റെ ഭാഗമായിരുന്ന ഒരു കാര്യമാണ് ആക്ഷേപമായി ഉയർന്നു വരുന്നത്. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ അന്വേഷണം വേണം. കഴിഞ്ഞ ദിവസവും നമ്മൾ പേട്ട പോലീസുമായി ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പോലീസ് വ്യക്തമാക്കിയത് ഈ അന്വേഷണം പുരോഗമിക്കുന്നു എന്നതാണ്. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ ഒരുപക്ഷേ ഈ മലപ്പുറം സ്വദേശിയായ കോട്ടക്കൽ സ്വദേശിയാണ് ഇയാളെ പ്രതി ചേർത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇതിൽ ഈ സാമ്പത്തികമായി പെൺകുട്ടിയിൽ നിന്ന് പണം വാങ്ങിയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാമ്പത്തിക ചൂഷണം കൂടി ഈ കേസിന് പിന്നിലുണ്ട്. അതെല്ലാം തന്നെ പെൺകുട്ടിയെ മാനസികമായി തളർത്തി എന്നാണ് കരുതുന്നത്. മാത്രമല്ല വിമാനത്താവളത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് പേട്ടയ്ക്ക് ചാക്കയിലെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ റെയിൽവേ ട്രാക്കില്ല, തന്നെ വിവാഹം കഴിക്കണം, ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറരുത് എന്ന ഒരു ആവശ്യം പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് പൂർണ്ണമായും ഇല്ലാതായി. തന്നെ യുവാവ് പൂർണ്ണമായും കൈയൊഴിയുന്നു എന്ന് മനസ്സിലായതോടുകൂടിയാണ് റെയിൽവേ ട്രാക്കിലൂടെ പെൺകുട്ടി പോയത്, ആത്മഹത്യ ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് പോയത്. ഫോണിൽ സംസാരിക്കുകയായിരുന്നു ആ സമയത്തും എന്നാണ് ലോക്കോ പൈലറ്റ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. അതോടൊപ്പം ആ പരിസരവാസിയായ ഒരാൾ അത് ആ സമയത്ത് ഇത് കാണുകയും ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഫോണിൽ സംസാരിച്ചു പോകുന്നത്. അതിനർത്ഥം ആ പെൺകുട്ടി ഏറ്റവും ഒടുവിലത്തെ നിമിഷം പോലും ശ്രമിച്ചിരുന്നു തൻ്റെ ആ സൗഹൃദം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം ആ യുവാവിനോട് പറഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും ഈ കേസിൽ പുതിയ വെളിപ്പെടുത്തലും പരാതിയുമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുമെന്ന് കരുതുകയും ചെയ്യുന്നു. ആര്യ, തീർച്ചയായും VV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. കരുനാഗപ്പള്ളിയിലെ കൊട്ടേഷൻ കൊലപാതകം കഴിഞ്ഞ് 3 ദിവസമായിട്ടും മുഖ്യപ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. മുഖ്യപ്രതി അലുവ അതുൽ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെ പോലീസിന്റെ മുന്നിൽ നിന്ന് അതുൽ രക്ഷപ്പെട്ടിരുന്നു. അതേസമയം മുഖ്യപ്രതി പങ്കജ് മേനോനെ സംരക്ഷിക്കുന്നത് CPM എന്ന ആക്ഷേപവും ഉയരുന്നു. വിനീഷ് ചേരുകയാണ് വിവരങ്ങളുമായി. വിനീഷ്,
ഈ മുഖ്യ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് തടസ്സമാകുന്നത് അതെന്താണ്? ആര്യ, കരുനാഗപ്പള്ളി സന്തോഷ് വധക്കേസിലെ മുഖ്യപ്രതിയായ അലുവ അതുലിനായുള്ള അന്വേഷണവും അതുപോലെ തന്നെ പങ്കജിനായുള്ള അന്വേഷണവും ഊർജിതമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രതികൾ ജില്ല വിട്ടു പോകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ആലുവയിൽ പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നു. എറണാകുളം പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത്. അവിടെ അലുവ അതിലും എത്തുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷനെ തുടർന്നായിരുന്നു പരിശോധന. അങ്ങനെ അലുവ അതിലെത്തിയ കാറ് പോലീസ് തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. കൈ കാണിച്ച് അപ്പോൾ തന്നെ വാഹനം നിർത്തിയെങ്കിലും അലുവ അതുൽ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുലിന്റെ ഭാര്യയും കുഞ്ഞും വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈ അതുൽ അവിടെ നിന്നും ദൂരേക്കൊന്നും ഓടി രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം അവിടെ നടത്തിയിരുന്നു. പക്ഷേ ഇതുവരെയും അതുലിനെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വാർത്തയും ഇതോടൊപ്പം തന്നെ പങ്കുവെക്കാം. അതുപോലെ തന്നെ കേസിൽ ഇതുവരെ 2 പ്രതികളാണ് പിടിയിലായിരിക്കുന്നത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത രാജപ്പൻ എന്ന രാജീവും പിന്നെ മനുവുമാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. ഈ പ്രതികൾക്ക് കാർ വാടകയ്ക്ക് എടുത്തു നൽകിയ ആളാണ് മനു. മനുവിനെ ഈ കൃത്യം നടന്ന ദിവസം തന്നെ പോലീസ് പിടികൂടിയിരുന്നു. പക്ഷേ മനു പോലീസിന് മൊഴി നൽകിയത് തനിക്ക് ഈ ഗ്യാങ്ങുമായിട്ട് സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഈ കൃത്യത്തിൽ മനു പങ്കെടുത്തിട്ടില്ല എന്ന് പോലീസിന് ബോധ്യമായെങ്കിൽ പോലും മനുവിന്റെ വീട്ടിൽ ഈ ഗ്യാങ് ഈ കൊട്ടേഷൻ സംഘങ്ങൾ ഒത്തുകൂടിയതായിട്ടുള്ള ചില ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിരുന്നു. അതുപോലെ തന്നെ മനുവിന്റെ മൊഴി പൂർണ്ണമായിട്ടും പോലീസ് വിശ്വാസത്തിൽ എടുത്തതുമില്ല. തുടർന്ന് നടത്തിയ വിശദമായിട്ടുള്ള പരിശോധനയിലാണ് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭ്യമായത്. ഈ കൊട്ടേഷൻ ടീമംഗങ്ങൾ കൃത്യം നടത്തുന്ന രീതി ഈ മനുവിന്റെ വീട്ടിൽ വെച്ചാണ് ഇവർ പരിശീലിച്ചത് എന്ന വലിയൊരു വിവരം പോലീസിന് ലഭ്യമായി. അതുപോലെ തന്നെ ഇവർ മാസ്കും മാരകായുധങ്ങളുമായിട്ട് ആയിരുന്നു അക്രമം നടത്തിയിരുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഈ മാസ്ക് ധരിച്ചതും മാരകായുധങ്ങൾ എടുത്തതുമെല്ലാം ഈ മനുവിന്റെ വീട്ടിൽ നിന്നാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് മനുവിന്റെ മൊഴി പൂർണ്ണമായും ഈ പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത് രാജപ്പന്റെ കാര്യമാണ്. രാജപ്പൻ കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള ആളാണ്. അതുപോലെ തന്നെ സ്ഫോടക വസ്തു എറിഞ്ഞാണ് സന്തോഷിനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ സ്ഫോടക വസ്തു അടക്കം നിർമ്മിക്കാൻ ഈ രാജപ്പനാണ് നിർമ്മിച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ രാജപ്പനെ വിശദമായിട്ട് പോലീസ് ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭ്യമായത്. പക്ഷേ മൊഴിയിലുണ്ടായ ചില വൈരുദ്ധ്യങ്ങൾ വലിയ രീതിയിൽ അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്ന തരത്തിലേക്കാണ് എത്തിയത്. പക്ഷേ ഇതൊന്നും പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. അന്വേഷണം കൃത്യമായി തന്നെ നടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ആര്യ ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഈ കൊട്ടേഷൻ നൽകിയതായി പറയപ്പെടുന്ന പങ്കജിന്റെ കാര്യം കൂടി പറയാതിരിക്കാൻ നിൽക്കില്ല. പങ്കജിന്റെ ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ കൊട്ടേഷൻ ടീമംഗങ്ങളുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ ഉള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം ചില ദൃശ്യങ്ങൾ പ്രചരിക്കുന്നതോടുകൂടി പോലീസ് രാഷ്ട്രീയ ബന്ധം അതിന്റെ പിൻബലം കൂടിയാണ് ഈ കേസ് അന്വേഷണത്തെ ബാധിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ആക്ഷേപം കൂടി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. എസ് വിനീഷാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. എമ്പുരാൻ സിനിമയെ ചൊല്ലിയുള്ള വിവാദം കത്തുകയാണ്. ഇന്നലെ സിനിമയിലെ 17 ഭാഗങ്ങൾ അണിയറ പ്രവർത്തകർ വെട്ടിമാറ്റുകയോ മ്യൂട്ട് ചെയ്യുകയോ ചെയ്തിരുന്നു. ഗുജറാത്ത് കലാപത്തെ പരാമർശിക്കുന്നതടക്കം സംഘപരിവാർ സംഘടനകൾ വിമർശനം ഉന്നയിച്ച ഭാഗങ്ങളാണ് റീ എഡിറ്റ് ചെയ്തത്. ഈ പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ പ്രദർശിപ്പിച്ച് റീസെൻസറിംഗ് നടത്താനാണ് സിനിമ അണിയറ പ്രവർത്തകരുടെ നീക്കം. പുതിയ പതിപ്പ് വ്യാഴാഴ്ചയോടെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയുന്നത്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, നേരത്തെ പറഞ്ഞിരുന്നത് തിങ്കളാഴ്ചയോടുകൂടി ഈ എഡിറ്റ് ചെയ്ത പതിപ്പ് എത്തും എന്നുള്ളതാണ്. പക്ഷേ അതുണ്ടാകില്ല, അത് വ്യാഴാഴ്ചയോടുകൂടി എത്തുകയേ ഉള്ളൂ. റീ എഡിറ്റ് ചെയ്തതിന് ശേഷം ഒരു സെൻസറിംഗ് നടപടി കൂടി ഇപ്പോൾ ആ സിനിമ നേരിടേണ്ടി വരും എന്നതാണോ പുതിയ സാഹചര്യം?
തീർച്ചയായും ആര്യ, ആദ്യം പറഞ്ഞിരുന്നത് തിങ്കളാഴ്ചയോടുകൂടി പുതിയ പതിപ്പ് എഡിറ്റഡ് വേർഷൻ എത്തുമെന്നായിരുന്നു. പക്ഷേ ഈ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ അതിനുശേഷം വീണ്ടും സെൻസർ ബോർഡിനെ കാണിക്കേണ്ടതുണ്ട്. അതിനുശേഷം അനുമതി വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഈ സിനിമ വീണ്ടും പ്രദർശനം ഉണ്ടാവുകയുള്ളൂ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യാഴാഴ്ചയോടുകൂടി, ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ആയിട്ടായിരിക്കും പുതിയ എമ്പുരാൻ, അതായത് 17 ഭാഗങ്ങൾ മാറ്റി അതിനുശേഷം ഈ വില്ലൻ കഥാപാത്രത്തിൻ്റെ പേര് അടക്കം മാറ്റിയുള്ള പുതിയ സിനിമ വ്യാഴാഴ്ചയോടുകൂടി എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക ഒരു വിവരമൊന്നും ഈ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അങ്ങനെ ആണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ ഈ സിനിമയുടെ ഭാഗങ്ങൾ നേരത്തെ സംഘപരിവാറിൻ്റെ വലിയ പ്രതിഷേധത്തെ തുടർന്നും വലിയ ആരോപണങ്ങളെ തുടർന്നുമൊക്കെയാണ് ഈ സിനിമയുടെ പല ഭാഗങ്ങളും വെട്ടിമാറ്റാനൊക്കെ ഈ നിർമ്മാതാക്കൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഇതിൽ ഇതുവരെ സംവിധായകൻ പൃഥ്വിരാജിൻ്റെയോ ഒപ്പം മറ്റ് അണിയറ പ്രവർത്തകരോ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ഇന്നോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഇവരുടെ ഒരു മറുപടി ഉണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലായി മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട് എന്ന് കൂടിയുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ വലിയ ആകാംക്ഷയിൽ അല്ലെങ്കിൽ പ്രതീക്ഷയിലൊക്കെ മലയാളി പ്രേക്ഷകർ കാത്തിരുന്ന, ഒപ്പം തന്നെ മലയാള സിനിമയെ ലോക സിനിമയുടെ ഇടയിൽ ഒരു ഇടം പിടിക്കാവുന്ന ഒരു സിനിമയായിരുന്നു എമ്പുരാൻ. അതിനെ ഏറെ പ്രതീക്ഷയോടെ ആയിരുന്നു ആരാധകർ കാത്തിരുന്നത്. പക്ഷേ ആ സിനിമയെ സംഘപരിവാർ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, വലിയ പ്രതിഷേധവുമായി വരുന്നു. RSS മുഖപത്രം തന്നെ ഈ സിനിമയ്ക്കെതിരെ വലിയ രീതിയിൽ എഴുതുന്നു. ഈ സിനിമ രാജ്യദ്രോഹ കുറ്റം പോലെയൊക്കെ ആയിരുന്നു സിനിമയെ കണ്ടിരുന്നതും RSS നേതാക്കളുടെ പ്രതികരണമൊക്കെ. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ഇതുവരെയും സംവിധായകന് പൃഥ്വിരാജോ മറ്റ് അണിയർ പ്രവർത്തകരോ മോഹൻലാലോ ഒന്നും പ്രതികരിച്ചിട്ടില്ല. മോഹൻലാൽ മാപ്പ് പറയണമെന്ന തരത്തിലേക്ക് വരെ ഇന്നലെയൊക്കെ RSS നേതാക്കളുടെ പ്രതികരണങ്ങൾ കണ്ടു. പക്ഷേ ഇതിലൊന്നും ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറെ വൈകാതെ ഇക്കാര്യത്തിലൊക്കെ ഒരു മറുപടി ഉണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഈ പുതിയ പതിപ്പ് എഡിറ്റഡ് വേർഷൻ ഇത് ഏതൊക്കെ ഭാഗങ്ങൾ നീക്കും അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യും എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയുണ്ടായിട്ടില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുള്ള ഭാഗങ്ങൾ അത് തന്നെ ആയിരിക്കും ഈ വെട്ടിമാറ്റുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ സംഘപരിവാറിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചതും ഈ ഭാഗങ്ങളായിരുന്നു. കാരണം ഈ സംഘപരിവാറിന് ഈ ഗുജറാത്ത് കലാപത്തിൽ പങ്കുണ്ടെന്ന തരത്തിലെ സിനിമയിലെ ചില പരാമർശങ്ങളും ഭാഗങ്ങളും അത് തന്നെ ആയിരിക്കും വെട്ടിമാറ്റുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വ്യാഴാഴ്ചയോടുകൂടി പുതിയ സിനിമ എത്തും. ഒപ്പം തന്നെ ഈ സിനിമ വെട്ടിമാറ്റുന്നു എന്ന എഡിറ്റ് ചെയ്യുന്നു എന്ന ഒരു വാർത്ത വന്നതിന് പിന്നാലെ വലിയ തിരക്കാണ്. നമുക്കറിയാം ആദ്യ ദിനം മുതൽ തന്നെ ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. വലിയ രീതിയിൽ ബുക്കിംഗ് ഉണ്ടായ, റെക്കോർഡ് ബുക്കിംഗ് ഉണ്ടായ സിനിമയായിരുന്നു എമ്പുരാൻ. അത് വീണ്ടും ഒരു പ്രത്യേകിച്ച് നാളെ ഇന്നലെയും ഇന്നും ഒക്കെയായി അവധി ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവധി ദിവസങ്ങളാണ്. മാത്രമല്ല നാളെ മുതൽ എഡിറ്റ് ചെയ്ത വേർഷൻ ആയിരിക്കും പുറത്തു വരാൻ പോകുന്നത് എന്നുള്ള വാർത്ത കൂടി പുറത്തു വന്നതോടുകൂടി ഇന്ന് വമ്പൻ തിരക്കായിരുന്നു എമ്പുരാൻ കാണുവാൻ വേണ്ടി. ആ എഡിറ്റ് ചെയ്ത ഭാഗം ആ റീ എഡിറ്റഡ് പതിപ്പ് വരുന്നതിന് മുമ്പ് മുഴുവനായി ആ ചിത്രം കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരെല്ലാം ഇന്ന് തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുകയാണ്. പക്ഷേ ഇനി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത, ആശ്വാസകരമായ വാർത്ത കൂടിയാണ്. പുതിയ റീ എഡിറ്റഡ് പതിപ്പ് വരുന്നത് വ്യാഴാഴ്ച ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അപ്പോൾ ഇത്രയും സമയം നമുക്ക് പഴയ പതിപ്പ് കാണാൻ സമയം ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. കുടുംബസമേതം എമ്പുരാൻ സിനിമ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിനിമയ്ക്കെതിരെ വിവിധ സംഘപരിവാർ സംഘടനകൾ നിലപാട് എടുത്തിരിക്കെയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെ ലുലു മോളിൽ ചിത്രം കണ്ടത്. റീ എഡിറ്റ് ചെയ്ത് സിനിമ വരുന്നതിന് മുൻപാണ് മുഖ്യമന്ത്രി ചിത്രം കണ്ടത് എന്ന പ്രത്യേകതയുമുണ്ട്. മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത്. പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്. RSSുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം.
BJPയും RSSും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള ശ്രമമായാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി RSS BJP ബന്ധത്തെ പോലും കാര്യമായി ബാധിച്ചിരുന്നു. കൊച്ചിയിൽ വൻ ലഹരിവേട്ട. എളമക്കരയിൽ നിന്നും ആലുവയിൽ നിന്നും MDMAയുമായി 2 പേരെ പിടികൂടി. എളമക്കര സ്വദേശി മുഹമ്മദ് നിഷാദിൽ നിന്നും 1/2 കിലോ MDMA ആണ് പിടിച്ചെടുത്തത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകും. ആജ്ഞ, എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, ഡാൻസ് ഓഫ് സംഘവും പോലീസും കൂടി നടത്തിയ സംയുക്ത പരിശോധനയിലാണ് 2 ലഹരി കേസുകളിൽ ആളുകളെ പിടികൂടിയിട്ടുള്ളത്. അതിൽ വലിയ ഒരു അളവിലാണ് MDMA പിടികൂടിയിട്ടുള്ളത്. അതും എളമക്കരയിലെ വീട്ടിൽ നിന്നുമാണ്. എളമക്കര സ്വദേശി മുഹമ്മദ് നിഷാദ് എന്ന ആളെ 1/2 കിലോ MDMAയുമായാണ് അയാൾ പിടിയിലായിട്ടുള്ളത്. ഈ വലിയ, അതായത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കൊച്ചിയിൽ വ്യാപകമായി ലഹരിവേട്ട നടക്കുന്നുണ്ട്. ഇതുവരെ പിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ലഹരി ശേഖരമാണ് അയാളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. അതുപോലെ ആലുവയിലും രാസലഹരി പിടികൂടിയിട്ടുണ്ട്. 47 ഗ്രാം MDMA ആണ് പിടികൂടിയിട്ടുള്ളത്. അവിടെ ആലുവയിലുള്ള ലഹരി വേട്ടയിൽ ഒച്ചന്തുരുത്തി സ്വദേശി ഷാജിയാണ് കസ്റ്റഡിയിലായിട്ടുള്ളത്. എളമക്കര പോലീസും ആലുവ പോലീസും ഡാൻസ് സംഘവും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ലഹരി പിടിച്ചെടുത്തത്. ആര്യ, വൻ ലഹരി വേട്ടയാണ് എറണാകുളത്ത് നടന്നിരിക്കുന്നത്. 2 സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ MDMAയുമായി യുവാക്കൾ പിടിയിലായിരിക്കുന്നു. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ നമ്മുടെ ഫേവറേറ്റ് സെഗ്മെന്റിലേക്കാണ് കടക്കുന്നത്. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന, നമുക്കൊപ്പം ആഘോഷിക്കുന്നവരെ നമുക്ക് പരിചയപ്പെടാം. തിരുവനന്തപുരം വട്ടപ്പാറ കാരമൂട് സൂര്യ അനിൽകുമാറിന്റെ ജന്മദിനമാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് അമ്മ പ്രിൻസിയാണ്. അപ്പം സൂര്യയ്ക്ക് ന്യൂസ് 18ന്റെ വക എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. അതോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തക, ഞങ്ങളുടെ ഭവ്യ പാർവതിയുടെ അമ്മ ശ്യാമളയുടെ ജന്മദിനമാണിന്ന്. അപ്പം ശ്യാമള ആന്റിക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ആന്റി. അപ്പോൾ നമ്മുടെ രാവിലെയിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറ്റകൃത്യങ്ങളുടെ ലോകമാണ്. അപ്പോൾ പോലീസ് പെട്രോൾ തുടങ്ങുകയാണ്. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.